ഒരു ഇമാമത്ത് നിൽക്കുന്ന ആള് ഇമാമ് നിന്നാൽ ഒന്ന് ബാക്കിലേക്ക് നോക്കണം, എത്ര ഉറക്കെ ഓതണം, എങ്ങനെയൊക്കെയാണ് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഉള്ളത്, ആളുകൾ കൂടുതലുണ്ടോ കുറവാണോ, വയസ്സുള്ള ആളുകൾ ആരെങ്കിലും വടികുത്തി നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും വിഷമമായിട്ട് ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് ഇമാമ് പരിഗണിക്കണം. അങ്ങനെയാണ് ഇമാമിന്റെ നിസ്കാരം തുടരേണ്ടത്. എല്ലാ പള്ളിയിലെയും നിസ്കാരം ഒരുപോലെയല്ല. ഒരു റോഡ് സൈഡിലുള്ള പള്ളിക്ക് മത്റൂക്ക്, റോഡ് സൈഡിലുള്ള പള്ളി, അവിടെ നിസ്കരിക്കുന്ന ഇമാമിങ്ങൾ പലപ്പോഴും വളരെ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണം. ഓതിയിട്ട് വേഗം ഓതി നിസ്കരിക്കണം. കാരണം അങ്ങാടിയിൽ നിന്ന് ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഓടി വന്നവരുണ്ടാകും, ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരുണ്ടാകും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നവരുണ്ടാകും, ബസ് കാത്ത് നിൽക്കുന്നവരുണ്ടാകും, അങ്ങനെ പല ആൾക്കാർ. ഒരു ഗ്രാമത്തിന്റെ അകത്തുള്ള പള്ളിയാണെങ്കിൽ അവിടെ നിസ്കരിക്കാനുണ്ടാകുക കൃത്യമായ ആളുകളാണ്. അവിടെ കുറച്ച് വലിയ സൂറത്ത് ഓതി നിസ്കരിച്ചാൽ ഒരു പ്രശ്നവുമില്ല, കാരണം ആ ആളുകളുടെ അവസ്ഥ അറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കാം. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ മെഹ്റാബിലേക്ക് നിന്നുകൊണ്ട് ബാക്കിലേക്ക് നേരെ പുറകിൽ നബിയുല്ലാഹി ആദം, വലഭാഗത്ത് നിൽക്കുന്നു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, അതിന് തൊട്ടടുത്ത് ഇസ്മായിൽ, അതിന് തൊട്ട് ഇസ്ഹാഖ് അലൈഹിമുസ്സലാം. അങ്ങനെ എല്ലാ അമ്പിയാക്കളും അവർക്ക് ഇമാമായി നിസ്കാരം നിർവഹിച്ച ശേഷം അറജൻ നബിയു ഇലസ്സമാ, അറജൻ നബിയു ഇലസ്സമാ, നബി തങ്ങൾ വാനലോകത്തേക്ക് പുറപ്പെടുക. ആ വാനലോകത്തേക്ക് പുറപ്പെടുമ്പോൾ ബുറാഖ് എന്ന വാഹനം ഇങ്ങനെ സഞ്ചരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആകാശവും കഴിഞ്ഞ് 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 ഫലമ്മാന അന്നാമൂസു വൽ ഖൽബു ഫീ സഖഫ് അതാഹു നിദായാ സയ്യിദർ റുസുലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ. 7 ആകാശവും ബൈത്തുൽ മഅമൂർ സിദ്റത്തുൽ മുന്തഹായും കഴിഞ്ഞ് അല്ലാഹുവിന്റെ മാത്രം ഹദറത്തുൽ ഖുദ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ആ സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് ഒരു ബേജാർ, ഒരു ബേജാറ്. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വന്നു, ഫലമ്മാന അന്നാമൂസ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് നാമൂസ്, ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പുറകോട്ട് മാറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തനിയെ യാത്രയായി. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വന്നു, അതാഹു നിദാ യാ സയ്യിദുർ റസൂൽ, നേതാക്കൾക്ക് നേതാവായിട്ടുള്ള നബിയെ, ലാ തഖഫ്, തങ്ങൾ പേടിക്കണ്ട, അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ, നിങ്ങൾ ഇപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ കിതാബ് കാണാം, നബി തങ്ങളും അല്ലാഹുവും മാത്രം, ഹബീബും വ മഹബൂബുൻ വമാ സമ്മ സാലിസൂ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മാത്രം. ആ സമയത്ത് മുത്തുനബിയുടെ കയ്യിൽ അല്ലാഹു തആല നേരിട്ട് ഒരു വിത്ത് ഏൽപ്പിച്ചു. ആ വിത്താണ് അസ്സലവാത്തുൽ ഖംസ്. അത് നിങ്ങൾ ബാക്കി വാളൊക്കങ്ങൾ കേട്ടിട്ടുണ്ട്. 50 നേരത്തെ നിസ്കാരം കൊടുത്തിരുന്നത് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ അല്ലേ? പണ്ടൊരു മൗലിയാര് വേദം പറയുമ്പോ പറഞ്ഞു 50 വക്കത്ത് നിസ്കാരം കൊടുത്തിരുന്നത്. പിന്നെ വഴിക്ക് മൂസാ നബിനെ കണ്ടപ്പോ പറഞ്ഞു, നബിയെ ഇത് കയ്യൂലട്ടോ, ഒന്ന് കുറച്ച് തരാൻ പറയും. അങ്ങനെ റസൂലുള്ളാഹി അങ്ങോട്ട് തന്നെ പോയി 5 കുറച്ചു കൊടുത്തു, പിന്നെയും പോയി, പിന്നെ 5 കുറച്ചു കൊടുത്തു, പിന്നെയും പോയി, പിന്നെ 5 കുറച്ചു കൊടുത്തു. അങ്ങനെ എത്ര വട്ടം പോയി? 9 പ്രാവശ്യം പോയി. അങ്ങനെയാണ് 45 ചുരുക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ 2 കുട്ടികൾ സഭയെന്ന് പറഞ്ഞു, ഒരു പോക്കും കൂടി മൂപ്പര് പോയില്ലോ. അല്ലാഹ്, ഇപ്പത്തെ നമ്മളെ മക്കള് നിൽക്കണത് അതിൽ അങ്ങോട്ടാണ് ഒരു പോക്കും കൂടി പോയിക്കണെങ്കിൽ ആ സുബയും കൂടിയാണ് തട്ടിപ്പോയി നിന്നുള്ളിടത്താണ് കുട്ടികൾ നിൽക്കുന്നത്. ആ കുട്ടിക്ക് പിന്നെ എന്തായിന്നറിയാം, ആ പറഞ്ഞ കുട്ടിയൊക്കെ പിന്നെ ഗൾഫിക്ക് വിസ കിട്ടി സൗദി പോയി. സൗദി പോയിട്ട് ദമാമിൽ സൂപ്പർ മാർക്കറ്റിൽ അവർക്ക് ജോലി കിട്ടിയത്. അങ്ങനെ 1 മാസം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാൻ പോലും നാട്ടിൽ ഇങ്ങോട്ട് ആ ഉസ്താദിന് കത്തെഴുതി, ഉസ്താദെ ഞങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ്, നല്ല റാഹത്താണ്, പക്ഷേ അന്ന് 50 വക്കത്ത് നിസ്കാരം ഉണ്ടാക്കിയാൽ അത് 50 തന്നെ മതിയേനിയാണ്. കാരണം അവിടെ ഓരോ നിസ്കാരത്തിനും അടക്കുകയാണ്. അപ്പൊ 50 വട്ടം അടക്കുകയാണെന്ന് വെച്ചാൽ നല്ല സൗകര്യമില്ലേ? അപ്പം നമ്മളെ നിസ്കാരം ദുനിയാവിന് വേണ്ടിങ്ങാനാണ് അതാപ്പുള്ള സംഗതി. അവിടെ ഓരോ വക്കത്ത് നിസ്കരിക്കുമ്പോൾ സ്ഥലക്ക് അടക്കുമല്ലോ. അപ്പൊ എന്താവും, ഓരോ പ്രാവശ്യം നിസ്കാരത്തിന് അടക്കുമ്പോൾ ഒരു പൊറാട്ടെങ്കിലും ഇങ്ങനെ ഉഴുന്ന് ചുരുട്ടിക്കാണ്ട്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ അപ്പള പോലെ പറഞ്ഞ് 50 ഒക്കെ തന്നെ ആകാണ് നല്ലത്.
നമ്മളെ എല്ലാ സംഗതി ഏതിനും വേണ്ടി തന്നെയാണ്, ദുനിയാവിനും വേണ്ടിയാണ്. നിസ്കരിക്കാൻ നിന്നാ കണ്ടിട്ടില്ല നിങ്ങൾ? നമ്മൾ വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒരു മനസ്സിൽ ഒരു വിചാരവും വരില്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് പല വിഷയം മനസ്സിൽ ഓർമ്മയാകുള്ളൂ അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന മാതിരിയാണ്. ട്രെയിൻ ഇല്ലാത്തപ്പോ, വണ്ടി ഇല്ലാത്തപ്പോ അവിടെ ചെന്നാൽ നല്ല അച്ചടക്കം. വണ്ടി ഇങ്ങനെ വരുന്നതോടുകൂടെ എല്ലാവരും ഇളകി ചായ ചായ, കാപ്പി കാപ്പി, മനോരമ മനോരമ, സിറാജ് സിറാജ്, ചന്ദ്രിക ചന്ദ്രിക, എല്ലാവരും ഇളകി വണ്ടിന് കാണണം എന്ന മാതിരി നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാം നിസ്കരിക്കാൻ വേണ്ടി. അല്ലാഹു അക്ബർ. ഇനി വരാത്ത വിചാരം. ഒരു ദിവസം രാത്രി പെണ്ണുങ്ങൾ ഉറങ്ങാൻ നേരത്താണ് പള്ളിക്കന്ന് മൊല്ലാക്ക വിളിച്ചത്. നാളെ ഉസ്താദന്മാരെ ചെലവാണ് നിങ്ങളെ വരിയില്ല. ആർത്ത പറഞ്ഞതുമില്ല. പിറ്റേന്ന് രാവിലെ നീച്ച് സുബഹിസ്കരിച്ചാൽ നിന്നതാണ് ആ പെണ്ണുങ്ങൾ. അപ്പൊ നിസ്കരിച്ചാൻ വേണ്ടി നിന്നപ്പോ അല്ലാഹു അക്ബർ, വജ്ജഹത്തു വജീഹലില്ലദീ. 3 ഉസ്താദന്മാരാകുമ്പോ പള്ളിക്ക 4 ആളാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പോയ മൂല്യർക്ക് മീൻ പറ്റൂലേ, ഇയാൾ ഇഞ്ഞെന്ത് കട്ടക്കാലത്തിലാ പോയി. അല്ലാഹ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുഫത്തിഷോ മറ്റോ വരുന്ന ദിവസമാണോ എന്ന് അതും അറിയില്ല. നിസ്കാരം ഇങ്ങനെ നടക്കുന്നുണ്ട്, മനസ്സിൽ മുഴുവേതാ മൂല്യാരെ ചെലവാണ്. അതാ പെണ്ണുങ്ങൾ പറഞ്ഞത് ഇന്നത്തെ സുബഹി ഉസ്താദിന്റെ ചെലവായിട്ട്. അപ്പോ നമ്മൾ കുറെ ഇബാദത്തൊക്കെ നമുക്ക് ഉണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ മനസ്സിൽ പല വിഷയവും വരികയാണ് അല്ലേ? ഒന്ന് നന്നാകാന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് അള്ളാഹു തആല നേരിട്ട് മുത്തുനബിന്റെ കയ്യിൽ വിത്ത് ഏൽപ്പിച്ചു. ഏതാ വിത്ത്? നിസ്കാരം. നല്ല വിത്ത് കൊടുത്തത് നല്ല മാസത്തില് റജബിൽ വിത്തിറക്ക. റജബിൽ വിത്തിറക്ക. ആഖിറത്തിലേക്ക് കൃഷി ചെയ്യാനുള്ള നല്ല സമയം റജബാണ്. നല്ല വിത്ത് നിസ്കാരമാണ്. അല്ലാഹു റബ്ബി, ഫർള് നിസ്കാരം, റവാത്തിബ് നിസ്കാരം, ദുഹാ നിസ്കാരം, തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം, നല്ല വിത്ത്. ഇനി നമുക്ക് ശഅബാനിലേക്ക് കടന്നാൽ നമ്മളൊരു വിത്ത് ഇങ്ങനെ മുളച്ചു വരുമ്പോ എന്ത് കൊടുക്കണം? വെള്ളവും ചേർത്ത് കൊടുക്കണം. എല്ലാ ഇബാദത്തിന്റെയും കുറവ് പരിഹരിക്കുന്ന സംഗതിയാണ് സ്വലാത്ത്. ഏതൊക്കെ ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ എന്തൊക്കെ കുറവുണ്ടോ ആ കുറവ് പരിഹരിക്കാനുള്ള മാർഗമാണ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന ഓർഡർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് നൽകിയത് എപ്പോഴാണെന്നറിയോ? അത് ശഅബാനിലാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് ചെല്ലണം എന്ന ഓർഡർ അല്ലാഹു തആല നൽകിയത് ഏതിലാണ്? ശഅബാനിലാണ്. റജബിൽ വിത്തിറക്കി, ശഅബാനിൽ വെള്ളവുമായി അതിങ്ങനെ നനച്ചു കൊടുക്കാം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷകരമായി അത് പറയുന്നുണ്ട്. റജബിൽ വിത്തിറക്കി, ശഅബാനിൽ അതിന് വളമൊക്കെ ഇങ്ങനെ ചേർത്ത്, അഥവാ നിസ്കാരങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കി, സുന്നത്തും ഫർളും ഒക്കെ നിസ്കാരം കൃത്യമാക്കി, നല്ലപോലെ സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലി റമളാനിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ അല്ലാഹ് കൃഷിയൊക്കെ വന്നു, നല്ല പോലെ വളം ചേർത്ത് കൊടുത്തു, കായ്ക്കനികൾ ഉണ്ടാകാൻ തുടങ്ങി. ഒന്നാമത്തെ പത്തിൽ മരങ്ങളൊക്കെ പൂത്തുലഞ്ഞു നിൽക്കും. രണ്ടാമത്തെ പത്തിൽ അൽഹംദുലില്ലാഹ് കായ്ക്കനികളൊക്കെ പഴുത്ത് പാകമാകും. മൂന്നാമത്തെ പത്തിലേക്ക് കടന്നാൽ 21-ാം രാവിന് മൂത്തത് നോക്കിയിട്ട് പറിക്കണം. 23-ന് ബാക്കിയും കൂടി പറിക്കണം. 25-ന് ഇനി പറിച്ചാത്തതൊന്നായ്മ ബാക്കി ഉണ്ടായത് മുഴുവൻ പറിച്ചു വെക്കണം. 27-ന് ടോപ്പ് മാർക്കറ്റാണ്. 27-ാം രാവിന് ടോപ്പ് മാർക്കറ്റ് അതിലാണ് വിൽക്കണം. അതാണ് ഓറയുമ്പം വെട്ടണം എന്ന് പറഞ്ഞത്. 27-ാം രാവിന് ടോപ്പ് മാർക്കറ്റാണ്. ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസത്തേക്കാൾ ഉത്തമം. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാണ്? 83 ചൊല്ലാനും കൊല്ലമാണ്. നമ്മൾ ആകെ ആയുഷ്കാലം എത്ര? വയസ്സ് ചോദിച്ചാൽ എല്ലാവരും മറ്റവനും ഓത്തുക്ക് നോക്കുക, ബമ്പനും ഓത്തുക്ക് നോക്കുക. വയസ്സ് ചോദിച്ചാൽ നാളെ 2 ആള് തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ചരിത്രമുണ്ട്. ഒരു 2 ആള് കണ്ടുമുട്ടി വർത്താനത്തിന്റെ ഇടയിൽ ചോദിച്ചു, നിങ്ങൾക്കിപ്പോ വയസ്സെത്തിരിയാ ചോദിച്ചു. വയസ്സ് 65 ഒരു 2 ആളും പിരിഞ്ഞ് പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാ കണ്ടത്. അപ്പൊ കണ്ട് വർത്താനൊക്കെ ഇങ്ങനെ പറയുന്ന ഇടക്കല്ല വയസ്സിപ്പോ എത്രയായിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. വയസ്സ് 65. 65? 65. അപ്പൊ നിങ്ങളല്ലേ 10 കൊല്ലം മുമ്പ് 65 ആണ്. ഇതിനെ പറ്റി എനിക്ക് മനസ്സിലാക്കണം. 65 ആയിട്ട് ഞാൻ പിന്നെ വാക്ക് മാറ്റി.
മൂപ്പര് നല്ല മട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ്. 65 മൂപ്പര് ഉണ്ടായിട്ടില്ല, പിന്നെ വാക്ക് മാറ്റിയിട്ടില്ല. മൂപ്പരും വയസ്സ് കൂടും. അതല്ല പറഞ്ഞത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞമ്മക്കാകെ 60 70 ഒക്കെ ജീവിക്കാൻ കിട്ടും. ഒരൊറ്റ റമദാനിലെ ഒരു രാത്രിയുടെ ഇബാദത്തിന് 1000 മാസം. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷത്തിലധികമാണ്. അപ്പൊ നമ്മൾ റജബിൽ തുടങ്ങണം. റജബിൽ ഇങ്ങനെ തുടങ്ങി ആരെങ്കിലും ഈ കൂട്ടത്തിൽ രക്തബന്ധത്തിലോ വിവാഹ ബന്ധത്തിലോ അയൽപക്ക ബന്ധത്തിലോ ഉള്ളവരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ കാരണങ്ങൾ ഉണ്ടാകാം. അതേ സമയത്ത് അതൊക്കെ പിണക്കം നന്നാകണം. അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ച് നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവനോട് നന്നാകണമെന്നില്ല. കാരണം നബി തങ്ങളെ കുറ്റം പറഞ്ഞ ആളാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ആക്ഷേപിക്കണോ? അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ ആക്ഷേപിച്ച ആളാ. ഓനോട് നന്നാകാൻ ദീൻ തന്നെ പഠിപ്പിക്കണില്ല. നമ്മളെ രക്തബന്ധത്തിലും വിവാഹ ബന്ധത്തിലും ഒക്കെ നമ്മൾ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കാൻ പാടില്ല. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ വല്ല പിണക്കവും തമ്മിലുണ്ടോ? റജബ് മാസത്തിൽ വേഗത്തിൽ നന്നാവുക, ഷഅബാനിൽ അതിനെ പൊരുത്തപ്പെടിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക. റമളാനു ശരീഫിൽ പ്രിയപ്പെട്ടവരെ 25-ാം രാവ് വന്നാലും അക്കടവാടുകളിൽ കൃത്യനിഷ്ഠയില്ലാത്തവരും കുടുംബവുമായി പിണങ്ങി നിൽക്കുന്നവരും ഉമ്മാനോട് തെറ്റി വേറെ പോയിക്കണം മകനും മരുവോളും കൂടി. മകനും മരുവോളും എന്തായതാണ്? ആരോട് തെറ്റിപ്പോയതാ? ഉമ്മാനോട് തെറ്റിങ്ങാണ്ടാ പോയത്. ഞാൻ മക്കത്തൊരു ചങ്ങായിനെ കണ്ട്. എന്താണ് ഇവിടെ തന്നെ കുറെ കാലമായല്ലോ ഉസ്താദെ, ഞാൻ 23 കൊല്ലായി ഇവിടെ, നാട്ടിക്ക് പിന്നെ പോയിട്ടില്ല. അപ്പൊ എന്തേ പോകാഞ്ഞു ചോദിച്ചു. ഞാൻ ഉമ്മാനോട് തെറ്റിങ്ങാനോട് പോന്നതാണ്. ഉമ്മാനോട് തെറ്റിങ്ങാനോ പോയിക്കണത് എടുക്കാൻ നല്ല സ്ഥലത്തില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞു എൻ്റെ 23 കൊല്ലത്തെ ഒരൊറ്റ നിസ്കാരം കഅബത്തിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കൂല. കാരണം എൻ്റെ അമ്മ എന്നെ കാണാൻ പൂതിയായിട്ട് നിൽക്കാണ്. എൻ്റെ കുട്ടി എന്നോട് തെറ്റിപ്പോയതാണല്ലോ, ഇത് തെറ്റിങ്ങാണ്ട് പോന്നത് കഅബത്തിങ്ങക്കാന്ന് എഴുതിയിട്ട് അള്ളാഹ് തൃപ്തിപ്പെടുന്നത് നിൽക്കണ്ടേ? ഉമ്മാനോട്ട് തെറ്റിങ്ങാണ്ടാവോ നാട്ടിക്ക് വരാതെ എവിടെ നിൽക്കണത്? കഅബത്തിങ്ങലല്ലേ എന്നുള്ള പവറിലാണോ? ഓരൊറ്റ വക്കത്ത് സ്വീകരിക്കോ? സ്വർഗത്തിന്റെ ടിക്കറ്റാണ് മുറിച്ചു തരാൻ അധികാരമുള്ള ഒരേ ഒരാൾ ഉമ്മയാണ്. ഉമ്മാന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പം ബാപ്പുണ്ടാവും ഗേറ്റിങ് കാത്തിക്കണം. അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ്, സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണ്. ഉമ്മ വാപ്പ. അതാണ് പഴയ കാലത്ത് നമ്മളൊക്കെ പഠിക്കണ കാലത്ത് അറബി മലയാളത്തിലുള്ള പാഠപുസ്തകം അല്ലേ? ആ പാഠപുസ്തകം എങ്ങനെയുണ്ടായിരുന്നു? പാഠം 1 അല്ലാഹു സുബ്ഹാനഹു വ തആല, പാഠം 2 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാഠം 3 ഉമ്മുൻ മാതാവ്, പാഠം 4 അബുൻ പിതാവ്, പാഠം 5 ഉസ്താദുൻ ഗുരുനാഥൻ, പാഠം 6 അഖാരിബുൻ കുടുംബക്കാർ, പാഠം 7 ജീറാനുൻ അയൽവാസികൾ. ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ പാഠമുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറിയിരിക്കണത് മാത്രം. ഇപ്പോഴും പാഠങ്ങളൊക്കെ അതന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ പരിശുദ്ധമായ റജബും ഷഅബാനും റമളാനും, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരും ഒക്കെ ചേർന്ന ഒരു കുടുംബം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു, പരിവർത്തിച്ചു, പഠിച്ചു, മാറ്റം വരുത്തി, പഠിച്ചു, നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു. പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് പരിവർത്തനം വേണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആരെങ്കിലും ഭർത്താക്കന്മാരുമായി അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവര് വേഗത്തിൽ ഇണങ്ങി നന്നാവണം. ഭാര്യ കുടുംബം, ഭർത്താവിന്റെ കുടുംബം, അതേപോലെ അയൽവക്ക ബന്ധം, ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനമാണ്. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഭാര്യയുടെ സ്വർഗം ഭർത്താവാണ്, ഭർത്താവിന്റെ സ്വർഗം ഭാര്യയാണ്. ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കണം. ഉമ്മയെ വാപ്പ നല്ല പോലെ സ്നേഹിക്കണം, വാപ്പാനെ ഉമ്മ നല്ല പോലെ ബഹുമാനിക്കണം. മക്കളിങ്ങനെ കാണണം. നമ്മുടെ മക്കൾ കാണണം ഉമ്മ വാപ്പാനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നത്, വാപ്പാക്ക് കൊടുക്കുന്ന അനുസരണം, വാപ്പാനെ ഉമ്മാക്ക് വല്ലാത്തൊരു പേടി. വാപ്പയാണെങ്കിലോ വാപ്പ ഉമ്മാനോട് വല്ലാത്ത സ്നേഹം. അങ്ങനെ ഉമ്മ വാപ്പാനെ ബഹുമാനിക്കുന്നതും വാപ്പ ഉമ്മാനെ സ്നേഹിക്കുന്നതും മക്കളും പേരമക്കളും കണ്ട് വളരണം. അതാണ് ഒരു കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനം. ഇത് അനങ്ങിയ ബാപ്പി ഉമ്മീൻ തെറ്റി.
അങ്ങനെയുണ്ട് ചില വീട്ടിൽ. ഒന്ന് പറയുമ്പോഴത്തേന് ആര് തെറ്റി, ഉമ്മ അങ്ങോട്ട് തെറ്റിപ്പോയി, വാപ്പ അങ്ങോട്ടും തെറ്റിപ്പോയി. ഇതാണ് ആര് കാണുന്നത്? അങ്ങനത്തെ പെരയൊക്കെ കുട്ടികളെ കെട്ടിച്ചാല് ദിവസം കേസ് തീർക്കാൻ ഒഴിവുണ്ടാവും. എന്തുകൊണ്ട്? ഉമ്മയും ബാപ്പയും തെറ്റിപ്പോയത് കണ്ട് പരിചയപ്പെട്ട് കണ്ടാണ് ആര് വളർന്നിക്കണത്? കുട്ടികൾ വളർന്നിക്കണത്. വളരെയധികം ശ്രദ്ധ വേണം. നമ്മൾ എത്തുമ്പോൾ മാറ്റം വരാതിരുന്ന മറ്റേ ആള് പറഞ്ഞില്ലേ, എനിക്കിപ്പോഴും 65 തന്നെയാണ്, 65 പിന്നെ മൂപ്പര് മാറിയിക്കണം. വയസ്സ് 75 ആയപ്പോഴും മൂപ്പര് എഴുപത്തിന് നിൽക്കുന്നത് 65 തന്നെയാണ്. മാറ്റം വരണം നമ്മുടെ ജീവിതത്തിൽ. എന്താണ്? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മക്കളോടും പേരമക്കളോടും പറയണം, മക്കളെ, നമ്മുടെ ഉപ്പ ഈ ഭൂമി വാങ്ങിയപ്പോണ്ടായ കഷ്ടപ്പാട്, ഈ വീട് വെച്ചപ്പോണ്ടായ കഷ്ടപ്പാട്, എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് വെച്ചത്. വാപ്പ സൗദിയിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, വാപ്പ ഒറ്റ പ്രാവശ്യം വന്നാൽ പണ്ട് ഉംറ വിസക്കാണ് പോയി അവിടെ നിന്നിട്ട് 10 വർഷം വാപ്പ അങ്ങോട്ട് വന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ മോളെ? അന്നെ കെട്ടിച്ചിട്ട് വരാന്ന് വിചാരിച്ച് കാത്തതാണ്. അനക്ക് പണ്ടം തരാന്, അനക്കൊരു പുതിയാപ്പിള കിട്ടാന്. അന്റെ നിക്കാഹിന് വാപ്പാക്ക് എന്ത് പൂതി ഉണ്ടായിരുന്നു. പക്ഷേ വാപ്പാക്ക് അവിടെ അറബിന്റെ അടുത്ത് ജോലി വിട്ട് വരാൻ വെച്ച, അതുകൊണ്ട് ഇവിടെ എളാപ്പാനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് എന്റെ നിക്കാഹ് നടന്നത്. അത്ര കഷ്ടപ്പെട്ടാണ് മോളെ എന്റെ വാപ്പ കെട്ടിച്ചത്. വാപ്പാനെ നീ നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ മോനെ. നീ പഠിക്കുന്ന കാലത്ത് അന്റെ ഫീസ് കൊടുക്കാൻ, അന്നെ ഈ രൂപത്തിൽ പഠിപ്പിക്കാൻ വാപ്പ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചിട്ട്, വാപ്പ ഇവിടെ പാടത്ത് പണിയെടുത്തിട്ട്, വാപ്പ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട്, അങ്ങനെയാണ് നമ്മളൊക്കെ പോറ്റി വളർത്തിയത്. വാപ്പാനെ പറ്റി ഉമ്മ നല്ല സന്തോഷം പറഞ്ഞു കൊടുക്കണം. അതേ സമയത്ത് വാപ്പ പറയണം, മക്കളെ, നിങ്ങളൊക്കെ ഗർഭം ധരിക്കുന്ന കാലത്ത് ഉമ്മാക്ക് ഒരു ഹോർലിക്സ് വാങ്ങിക്കൊടുക്കാൻ എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ കാലമല്ല. ഉമ്മാക്ക് അന്ന് നല്ലൊരു ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ പെണ്ണുങ്ങളും പ്രസവിച്ചാല് പഴയ അരിഷ്ടവും മറ്റു പല മരുന്നും ഒക്കെ വാങ്ങിക്കൊടുക്കും. എന്റെ അടുത്ത് അതിനൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട കാലത്താണ് മോളെ ഉമ്മ നിന്നെ പ്രസവിച്ച് പോറ്റിയത്. ഉമ്മാനെ പറ്റി വാപ്പയും വാപ്പാനെ പറ്റി ഉമ്മയും മക്കൾക്ക് നല്ലത്, സന്തോഷമുള്ളത്, മക്കൾക്ക് നല്ല മാറ്റം വരുന്നത് അത് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മളതല്ല പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ എന്റെ തന്തനോട് ചോദിച്ചു നോക്കുക. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. തന്തനോട് ചോദിച്ചു. കുട്ടികളത് കേട്ടുങ്ങാണ്ട് പുറത്തിങ്ങനെ ഒരാൾ ഇരിക്കണുണ്ട്. മുപ്പരത്തി എന്ന് നോക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, പണ്ട് ഇതാമ്മ പോക്കരാക്കാരനെ കഥ ഉണ്ടല്ലോ, അത് അതിൽ പെട്ടതാണ്. നമ്മളെ നാട്ടിലൊക്കെ പണ്ടേ ഈ മലിക്ക് പണിക്കുന്ന കാലാണ്. നേരത്തെ പോകും. കുട്ടികൾ ഉറങ്ങി നീച്ചണിന്റെ മുമ്പ് വാപ്പ പണിക്കൂ. കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടേ പണി കഴിഞ്ഞ് വരുള്ളൂ. ഒരു ദിവസം മൂപ്പരെ കാലുമൊക്കെ മഴ വീണ് മുറി പറ്റിയിട്ട് കൊലയമ്പൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികൾ രാവിലെ പതിവ് പോലെ വായിന്നൊക്കെ നീച്ചിങ്ങനെ വന്നു നോക്കുമ്പോൾ പുറത്തൊരാളിങ്ങനെ ഇരിക്കണം. കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ടന്നെ ഒത്തുക്ക്. അപ്പൊ കുട്ടികളോട് ചോദിച്ചു ഉമ്മാനോട്, ഉമ്മ ആരാണ്? അപ്പം അമ്മ പറഞ്ഞു, കുട്ടികളെ അത് നിങ്ങളെ വാപ്പയാണ്. അപ്പോഴാ കുട്ടികൾ ചോദിച്ചാ ഇതമ്മ പോക്കരാക്കാൻ. കാരണം മദ്രസിലൊക്കെ പോക്കരാക്കാന്റെ മകനാ പറയലേ. നമ്മളെ വീടുകളിലൊക്കെ മക്കൾ ഇങ്ങനെ വലുതാകണതിനനുസരിച്ച് വാപ്പാരും മക്കളുമായിട്ട് തീരെ ബന്ധമല്ല. ചെറുപ്പത്തിൽ നമ്മൾ ഓമനിക്കലും മുത്തലും താലോലിക്കലും ചോറ് വാരിക്കൊടുക്കലും കുട്ടികൾ നമ്മളെ തൊള്ളേക്ക് ഇങ്ങോട്ട് വാരിത്തരലും ഒക്കെ ഉണ്ടായിന്. കുറച്ച് ഇങ്ങനെ വലുതാകണതിനനുസരിച്ച് മക്കളും നമ്മളും അകന്ന് അകന്ന് അകന്ന്. പിന്നെ ഒപ്പം ഇരുന്നിട്ടൊരു ഭക്ഷണം ആഴ്ചയിലൊരു വെള്ളിയാഴ്ചെങ്കിലും പാപ്പിയും മക്കളും ഉമ്മയും ഒരുമിച്ചിരുന്നുങ്ങാണ്ട് ഒരു ഭക്ഷണം കഴിച്ച് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ്, ഒരു പപ്പടം പാപ്പാക്ക് ഇങ്ങോട്ടിട്ട് കൊടുത്ത്, ഒരു ഇറച്ചിക്കണ്ണം അങ്ങോട്ട് മകൾക്ക് ഇങ്ങോട്ടിട്ട് കൊടുത്ത്, ഒരു സന്തോഷത്തിലൊരു ഭക്ഷണം കഴിച്ചിങ്ങാണ്ട് ഒരു കൂടിയാടിങ്ങാണ്ട് നിൽക്കണ്ടേ? അപ്പോഴല്ലേ കുടുംബം എന്ന് പറയുന്നത്. അപ്പോഴല്ലേ അതിന്റെ റാഹത്ത്. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഹൃദയം അറിഞ്ഞ ബന്ധം നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മയും വാപ്പയും അതേപോലെ തന്നെ മക്കളും മക്കളെ മക്കളും ആ ഒരു കുടുംബ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ നമ്മൾ പരസ്പരം നല്ല പോലെ കാത്തു സൂക്ഷിക്കണം. രക്തബന്ധം, വിവാഹബന്ധം, അയൽവക്ക ബന്ധം, ഈ ബന്ധങ്ങളിലൊക്കെ ഉള്ള ആളുകളുമായി മനസ്സിന്റെ പൊരുത്തത്തിൽ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മദ്രസകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലേ?